കേരള സ്റ്റോറി 2 ഇതാണ് ഇപ്പോ മലയാള സിനിമയിലെ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ അല്ലെ. അതായത് പ്രൊപ്പഗണ്ട സിനിമയാണ്. ഭയങ്കര എക്സ്ട്രീം റിലീജിയസ് കൈൻഡ് ഓഫ് സാധനങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു റിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സിനിമയാണെന്നുള്ളത് ഓൾറെഡി നമുക്കത് അറിയാം. അപ്പോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ മാർച്ചിൽ തന്നെ നമ്മുടെ മലയാളികൾക്ക് നമുക്ക് സ്വന്തമായിട്ട് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാനുള്ള വേറൊരു പടം കൂടെ വരുന്നുണ്ട്. അതിന്റെ ട്രെയിലർ റിലീസായി. അതാണ് ആട് 3. നമ്മുടെ ഷാജി പാപ്പനും പിള്ളേരും. അതൊരു കിടുക്കാച്ചി ആയിട്ടായിരിക്കും തിയേറ്ററിൽ പോയി തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു സാധനമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഒരു സിനിമ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു സിനിമ റിലീസ് ആവുന്നത്. ആട് ആട് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവുന്നത്, അതിന്റെ ഫസ്റ്റത്തെ സിനിമ. അപ്പൊ അന്ന് ഈ സിനിമ ഞാൻ എന്റെ വീട്ടിൽ CD ഇട്ട് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. അന്ന് OTT ഒന്നും ഇല്ല. അത് പിന്നെ കുറച്ചു കാലത്തിന് ശേഷം അത് TV-യിലൊക്കെ വന്നു. പക്ഷെ അന്ന് CD-യിലാണ് ഞാൻ ഈ ഒരു സിനിമ കാണുന്നത്. അപ്പൊ അന്ന് ഈ സിനിമ കണ്ടപ്പോ എനിക്ക് പേഴ്സണലി ഈ സിനിമ ഇഷ്ടമായിരുന്നു. നല്ല രസമുള്ള ഒരു സിനിമ. നമ്മള് മറ്റേ ഈ ബാലരമേലൊക്കെയുള്ള വല്ല കഥയൊക്കെ വായിക്കുന്ന പോലെ അതിലേക്ക് ഉള്ളത് പോലത്തെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്ന ഒരു സിനിമ. നല്ല രസം ഉണ്ടായിരുന്നു അന്ന് ആ സിനിമ കാണാൻ. പക്ഷെ എന്റെ കൂട്ടുകാരൊക്കെ അന്ന് ആ സിനിമ കണ്ടിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അത് എവിടേക്കോ ഈ സിനിമയെ കുറിച്ച് വായിച്ചത് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു സിനിമയെ കുറിച്ച് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ കുറിച്ച് അന്ന് നെഗറ്റീവ് പറഞ്ഞതെന്നൊന്നും അറിയത്തില്ല. കാരണം നമ്മൾ അന്ന് സിനിമയൊന്നും ഒരു വിഷയമായിട്ട് ഇരുന്ന് പഠിച്ചിട്ടോ, അല്ലെങ്കിൽ ഞാൻ മൾട്ടിമീഡിയ ആണ് പഠിച്ചത്. അപ്പൊ മൾട്ടിമീഡിയ പോലെയുള്ള സബ്ജക്റ്റുകളും അതിൽ സിനിമയും അതിന്റെ പലതരത്തിലുള്ള ഫിലിം സ്റ്റഡീസും സിനിമകളെ കുറിച്ച് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ അന്ന് നമുക്കറിയാം, എനിക്ക് ഈ സിനിമ അന്ന് ഇഷ്ടമായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ആട് 2 റിലീസ് ആവുന്നത്. ആട് 2 നമുക്കറിയാലോ, ഭയങ്കര ഒരു വെയിറ്റഡ് സിനിമയായിരുന്നു ആട് 2 എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആട് 2 ഞാൻ മലപ്പുറം ആനന്ദ് തിയേറ്റർ ഉണ്ടായിരുന്ന ഒരു കാലത്ത് മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, ആനന്ദ്. പഴയ ഈ ബെഞ്ച് പോലെ ഒരുമിച്ചുള്ള കുറെ സീറ്റൊക്കെ ഉള്ള ആ തിയേറ്ററിലാണ് ഞാൻ ഈ ആട് 2 പോയി കാണുന്നത്. അപ്പൊ അന്ന് ഞാൻ അവിടെ പോയി കണ്ടതും അത് ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു ചിരിക്കാനുള്ള. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ നോട്ട് നിരോധനത്തിന് ശേഷം സാത്താൻ സേവിയർ ആ ന്യൂസ് കണ്ട് ഈ നോട്ടുകെട്ടിലോട്ട് വീഴുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു ആട് 2. ആട് 2 ഒരു ഹിറ്റ് സിനിമയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പിന്നെ അതിന് ശേഷമാണ് ഈ ഡയറക്ടറെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതും പുള്ളി പലതരത്തിലുള്ള ജോൺറയിലുള്ള സിനിമകളൊക്കെ ചെയ്യുന്നതും പല തരത്തിലുള്ള ജോൺറയിലുള്ള സിനിമകള് ചെയ്യാൻ പറ്റുന്ന കാലിബറുള്ള ഒരാളായിട്ട് പിന്നെ മിഥുൻ മാനുവൽ മാറുന്നതൊക്കെ നമ്മൾ പിന്നീടാണ് കാണുന്നത്. അത് അന്ന് നമ്മൾ ഈ ടെക്നീഷ്യനെയും ക്രൂവിനെയൊന്നും നോക്കൂല. ആരുടെ സിനിമയാണ് ചോദിച്ചു കഴിഞ്ഞാല് അന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പറയാ, ഇത് ആരുടെ സിനിമ, ഇത് ജയസൂര്യയുടെ പടമാണ് എന്നുള്ളൊരു സാധനമാണ് ഉണ്ടാവാറ്. ആട് 1ന്റെ കാലഘട്ടത്തിലാട്ടോ. ആട് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്താണ്. ആട് 2 ആയപ്പോഴേക്കും പിന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ സിനിമയാണ്. അതേപോലെ തന്നെ ഷാജി പാപ്പൻ, മിഥുൻ മാനുവൽ, ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സും കൂടെ ആ സിനിമ കാണാനായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ അന്ന് ഈ 2 സിനിമ കണ്ട സമയത്തും എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഇൻട്രോ മ്യൂസിക്കും ഒക്കെ ഉള്ളൊരു സിനിമ. മറ്റേ അബുബീകരൻ കൊട്ടുബീകരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം, പിന്നെ സമീർ എന്ന് പറഞ്ഞിട്ടുള്ള ആ സാധനം, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പി നമ്മുടെ ഇന്ദ്രൻ ചെയ്തിട്ടുള്ള കഥാപാത്രം ആശാൻ. അപ്പം പി ശശി ആ കഥാപാത്രം, എന്താ പറയാ, ആശാനെ ഞാനാണ് അടിമാശാനെ എന്ന് പറഞ്ഞിട്ട് മറ്റേ വിജയ് ബാബു വീഴുന്നതും, അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള കുറെ മുഹൂർത്തങ്ങളുള്ള സിനിമ. അപ്പോ അതിന്റെ കൂട്ടത്തിലാണ് ആട് 3. അത്രയും ഹൈപ്പ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക്. ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വെള്ളം പോലെയൊക്കെയുള്ള സിനിമകൾക്കൊക്കെ ശേഷം ഇപ്പൊ ജയസൂര്യ നായകനായിട്ട് വരുന്ന ഒരു സിനിമ നമ്മുടെ എന്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല. അപ്പൊ ജയസൂര്യന്റെ ഒരു മാസ്റ്റർ പീസ്, ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ള സിനിമ എന്നുള്ള ലെവലിലൊക്കെ വരുന്ന സിനിമ കൂടിയാണ് ആട് 3 എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്ന് കാണാം. ക്വാളിറ്റി എന്ന കൂട്ടത്തെ ഏതോ ഒരു ലോകത്ത് നിന്ന ഇത് വന്നിട്ടുള്ളത്. അങ്ങനെയാ കാരണവന്മാർ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തോ അജ്ഞാതമായ ശക്തി ഇതിലുണ്ടത്രേ. മൈസൂർ റോക്കറ്റ്. മൈസൂർ റോക്കറ്റ്. ഈ
ദുഷ്ടശക്തികളും പല കൊള്ളാലോ. ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ വൗ. ഇത് മറ്റേ 13 കണ്ണറപ്പാലം ഇല്ലേ, അതുപോലെ ഉണ്ടല്ലോ. ഈ പുഴയ്ക്ക് പുറകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കാം. പുല്ലെന്താ രാജാവാണോ? നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അപ്പേക്ക് കൊല്ലാം. തുടങ്ങി. മതിയോ? അത് മതി. ഓ ഡൂഡ്. വിന്നേഴ്സ് ക്ലബ് പോത്തുമുക്ക സച്ചിൻ. എനിക്ക് ഈ ഒരു സീനുണ്ടല്ലോ, അതായത് ഷമീർ ഇങ്ങനെ മറ്റേ ബെഞ്ചിമ കയറിയിരിക്കുകയാണ്. അപ്പൊ എന്തോ ഒരു കോമഡി പറയുമ്പോഴായിട്ട് കോമഡി ഉണ്ട്, പുള്ളി ചിരിക്കും. പുള്ളി ബാക്കിയുള്ളവരോട് ചിരിക്കാൻ വേണ്ടി ഇങ്ങനെ കൈയോട് കാണിക്കോളൂ ചിരിക്കുക. ആ ഒരു സെയിം സാധനം ഇതിനകത്തുണ്ട് കേട്ടാ. ശശി ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. ഈ വയ്യാത്ത നടന്നിട്ടുണ്ട്. തനിക്ക് ഒരാണെന്നുള്ള സമയം സമാഗതമാകുന്നു. ഒട്ടി നിൽക്കാതെ രണ്ടടി മാറി നിന്ന് കൗണ്ട് ഡൗൺ കേൾക്കണം. രാമവെക്കും വീരൻ പാപ്പൻ ഷാജി പാപ്പൻ. ഓ ഞാനാ ഷാജി പാപ്പൻ. ഓ കൊള്ളാട്ടോ, നല്ല രസമുണ്ട് കട്ട്. ഓ എന്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. കം ടു ഡാഡി. ആ കോസ്റ്റ്യൂമിന് വ്യത്യാസം ഉണ്ടോ കേട്ടോ. അടുത്ത ആ മറ്റേ മാർച്ച് 19 പറഞ്ഞ എഴുതി കാണിക്കുന്ന മറ്റേ ആട് കരയുന്ന സൗണ്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഈ ഉറുമി സിനിമ കണ്ടിട്ടില്ല പൃഥ്വിരാജിന്റെ, അതിനകത്ത് അവരുടെ ഒരു ഇൻകാർണേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, അവരുടെ ഒരു പുനർജന്മം പോലെയാണല്ലോ ഇതിനകത്ത്. അതായത് മുൻകാലങ്ങളില് വർഷങ്ങൾക്ക് മുന്നേ അവരൊരു യോദ്ധാവായിരുന്നു, പിന്നെ അവർ മരിച്ച് പുനർജനിക്കുകയാണ്. അപ്പൊ പുനർജനിക്കുന്ന സമയത്ത് വീണ്ടും ഒരു കോസിന് വേണ്ടിയിട്ട് ആ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ഇപ്പൊ ഉള്ള കാലഘട്ടമായിട്ട് കണക്ഷനും എല്ലാം ഉള്ള ഒരു കൈൻഡ് ഓഫ് ഒരു സിനിമയാണല്ലോ ഉറുമി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതുപോലെ അതേ ലൂപ്പിൽ വരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ആട് 3 തോന്നുന്നത്. കാരണം ഇതിന്റെ ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. കാരണം ഇതിനകത്ത് ഡൂഡ് ഉണ്ട് രാജാവായിട്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഷാജി പാപ്പൻ രാജാവായിട്ട് വരുന്നുണ്ട്, അബു ഇതിനകത്ത് യോദ്ധാവായിട്ട് വരുന്നുണ്ട്, പിന്നെ സാത്താൻ സേവ്യർ ഇതിനകത്ത് ഒരു എന്താ പറയാ ഒരു ബ്രിട്ടീഷുകാരനായിട്ട് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ PP ശശി ആശാൻ ഇതിനകത്ത് വരുന്നുണ്ട്, പിന്നെ ഇരുമ്പ് അബ്ദുള്ള ഇല്ല അല്ലെ, ഇരുമ്പ് അബ്ദുള്ള എവിടെ പോയി? അയ്യോ, അബ്ദുള്ളാഖാനെ കാണാനല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ, അതായത് ആ കാലഘട്ടത്തില് കുറെ മണ്ടന്മാര് രാജാവായിട്ടുണ്ടായിരുന്നു. അന്ന് അവർക്ക് വേണ്ടിയിരുന്നത് ഒരു പാലം പണിയുക എന്നുള്ളതാണ്. ഒരു പാലം ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആ പാലം പണിയുക എന്നുള്ളത് അവരുടെ ഒരു നീഡായിട്ട് വരികയും അവരുടെ നിലനിൽപ്പിനൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇന്ന് ആ പാലം പൊളിച്ചാലാണ് അവർക്ക് നിലനിൽപ്പും അവർക്ക് എന്തെങ്കിലും ഗെയിൻ ഒക്കെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കുറെ വർഷങ്ങൾക്ക് മുന്നേ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന കുറെ മണ്ടന്മാര് വീണ്ടും പുനർജനിക്കുകയും അവര് അന്ന് ചെയ്തു വെച്ച അതേ കാര്യം ഇന്നും അവർക്കൊരു വിനയായിട്ട് വരികയും അതിനു വേണ്ടിയിട്ട് വീണ്ടും അവർ ആ ലൂപ്പ് കടന്ന് തിരികെയും ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് മിഥുൻ മാനുവലാണല്ലോ ഇതിന്റെ മുതലാളി എന്ന് പറയുന്നത്. പുള്ളിയുടെ ഒരു തോട്ടം സാധനങ്ങളൊക്കെ പോകുന്നൊരു പല സമയത്തും അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ തോന്നുന്നത് കേട്ടോ. അതെന്തായാലും രസമുണ്ട്. കാരണം എന്താണെന്നറിയോ, ആട് ഫസ്റ്റ് ഇറങ്ങി, ഓക്കെ, അത് നമ്മൾ
TV കണ്ട് വീട്ടിൽ CD ഇട്ട് കണ്ടിട്ടാണ് ആൾക്കാർ അത് ഹിറ്റാക്കിയത് ആ ഒരു പടം. പിന്നെ അതിനുശേഷം ആട് 3 വന്നപ്പോഴും അതേ ഇത് തന്നെ. നമ്മൾ ഈ ബാലരമയിലൊക്കെ കാണുന്ന കുറെ കഥാപാത്രങ്ങൾ സിനിമയിൽ വന്നപ്പോൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ സിനിമയിൽ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു സിനിമ. ആ ആട് 1 എന്തൊക്കെ സർക്കംസ്റ്റാൻസസിലൂടെയാണ് അവര് പോയത്. ഏറെക്കുറെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പുതിയ കാര്യങ്ങളിലൂടെയൊക്കെ ഷാജി പാപ്പനും പിള്ളേരും പോകുന്നതൊക്കെയാണ്. വീണ്ടും അടുത്തത് അതേ ആൾക്കാര് വീണ്ടും അതേ കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബോറടിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് കുറച്ചും കൂടെ മാറ്റിയിട്ട് അതിലൊരു ഒരു ഒരു പാസ്റ്റും പിന്നെ ഒരു പ്രസന്റും തമ്മിലുള്ള ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് പ്ലേയും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ആട് 3 എന്ന് പറഞ്ഞ സിനിമ തോന്നുന്നത്. രസമുണ്ട്, പക്ഷെ ഇരുമ്പ് അബ്ദുള്ള ഇല്ലാത്തത് എനിക്കൊരു ഇതായി തോന്നി. കാരണം ഇരുമ്പ് അബ്ദുള്ളയുടെ സീൻ ഉണ്ടല്ലോ ആട് 2 മറ്റേ കമ്മട്ടം കൊണ്ട് പോകുന്ന സമയത്ത് ഡൂഡിനെ പിടിച്ച് കയറ്റുമല്ലോ ഇവര്, മറ്റേ ഈ നമ്മുടെ ആംബുലൻസിനകത്ത്. എന്നിട്ട് ഇരുമ്പ് അബ്ദുള്ള ഇങ്ങനെ ഇരുന്നിട്ട് ഈ പെട്ടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ മാണ്ട തരൂല, മാണ്ടേ തരൂല ചോദിക്കുന്ന ഒരു സീനുണ്ട് ഡൂഡ്. അയ്യോ അതൊക്കെ കിടുക്കാച്ചി സീനാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഫോൺ വിളിച്ചിട്ട് ഒറ്റി കൊടുക്കുന്നത് ഇരുമ്പ് അബ്ദുള്ള എന്നൊക്കെ നോക്കിയിട്ട് ഞാനൊരു അനോണിമസ് എന്താണ് ഇത് അഭ്യുദയകാംക്ഷ എന്തൊക്കെയോ പറയുന്നത്. അങ്ങനെ ആ ക്യാരക്ടർ രസം ഉണ്ടായിരുന്നു. അപ്പോ നമുക്കോ ജയിച്ചിരിപ്പില്ല. അപ്പോ അങ്ങനെ ക്യാരക്ടറിന് പകരം എന്താണ് വരുന്നത് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റും കൂടെ ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ള കട്ട് നല്ല രസമുണ്ട്. ട്രെയിലറിന്റെ കട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. നല്ല ഇഷ്ടപ്പെട്ട ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നൊരു സാധനം. അപ്പോ നല്ല തിയേറ്ററിൽ, നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ കംപ്ലീറ്റ് ഒരു ലോജിക്കും ഇല്ലാണ്ട് പോയിട്ട്, എന്താ പറയാ, ഒരു ലോജിക്കും ഇല്ലാതെ തിയേറ്ററിൽ ഇരുന്നിട്ട് ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തന്നെ വരട്ടെ ആട് 3 എന്തായാലും വരിക.